നദികളിൽ സുന്ദരി യമുന, സുമതി വളവ് അടക്കമുള്ള സിനിമകളിലൂടെ ഏകദേശം 9 കോടിയുടെ നഷ്ടമുണ്ടായെന്നും ഇനി മുൻപിലുള്ളത് ആത്മഹത്യയാണെന്നും വെളിപ്പെടുത്തി വ്യവസായിയും നിർമ്മാതാവുമായ മുരളി കുന്നംപുറത്തിൻ്റെ വീഡിയോ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ മുരളി തന്നെ പിന്നീട് നീക്കം ചെയ്തെങ്കിലും വലിയ വിവാദത്തിനാണ് വഴി തുറന്നത്. ബിസിനസ്സിലൂടെയും സിനിമയിലൂടെയും തനിക്ക് ഒരുപാട് ചതികൾ പറ്റിയെന്നും ജീവിതം കൈവിട്ടുപോയ അവസ്ഥയാണെന്നും മുരളി കുന്നംപുറത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നു. സുമതി വളവെന്ന ചിത്രത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എതിരായ മുരളി കുന്നംപുറത്തിൻ്റെ പരാതി സിനിമാ സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് പറഞ്ഞത്. പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ മുരളി ഒരു വീഡിയോ ചെയ്തത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് സോഷ്യൽ മീഡിയയിലും അല്ലാതെ വാർത്തകളും എല്ലാം ഉള്ളത് നമ്മൾ സംഘടനാ സൈഡിൽ നിന്നുള്ള എല്ലാവരും കണ്ടു. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് സംഘടനകളിൽ പരാതിയായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സംഘടനകൾ പരിഹരിക്കുന്നതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളത് അദ്ദേഹം സംഘടനയെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള നടപടികളിലേക്ക് സംഘടനകൾ കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വേർഷനാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒഫീഷ്യലി സംഘടനയ്ക്ക് ഇദ്ദേഹത്തിന് ഈ നഷ്ടം സംഭവിച്ചതോ ഈ അദ്ദേഹം പ്രോജക്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിട്ടുള്ളതാണ്. ചേംബറിൽ അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വിഷമമുണ്ടെന്നും നഷ്ടം സംഭവിച്ചു അല്ലെങ്കിൽ അതിനകത്ത് പരാതി ഉണ്ടെന്നുള്ളത് ഒരു സംഘടനയും അദ്ദേഹം ഇതുവരെ അറിയിച്ചിട്ടില്ല. അറിയിച്ചതിന് ശേഷം നഷ്ടം വന്നുവെന്നത് മുരളി തെളിയിക്കണമെന്നും ഇതുപോലെ ആത്മഹത്യാ ഭീഷണി ആദ്യമല്ലെന്നും സുമതി വളവ് അണിയറ പ്രവർത്തകർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ വീഡിയോ വന്നു, അദ്ദേഹത്തിന് ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്നു, അദ്ദേഹം ഒരു കണക്ക് പറയുന്നു, അദ്ദേഹം 22 കോടി രൂപയോളം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഒരു സംവിധായകനോ ഒരു റൈറ്ററോ വിചാരിച്ചാൽ മാത്രം കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് അല്ല സിനിമ വ്യവസായം എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കുന്ന അതിൽ വർക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളികപ്പുറത്തിലെ 2 കുട്ടികളെ ദേവനന്ദയെയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു. ആ കഥ കേട്ടു അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുമെന്ന് പറയുന്നു. ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. മുരളിച്ചേട്ടൻ കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ഇത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വേറെ കാര്യം പറഞ്ഞു. അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഇത് 7 കോടിയുടെ ബഡ്ജറ്റാണെന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ഇദ്ദേഹത്തിനെതിരെ ഫോർജറിക്ക് കേസ് കൊടുക്കുകയും ബഡ്ജറ്റ് കൂട്ടിക്കാണിച്ച് പൈസ വാങ്ങിച്ച് ഇദ്ദേഹത്തിനെ കേസ് എടുക്കണം. കാരണം ഈ ബഡ്ജറ്റ് അല്ല ഈ പടത്തിനെങ്കിൽ അദ്ദേഹം എന്തിനാണ് 14 കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമയെന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയെ ചീറ്റ് ചെയ്ത് ഈ പടത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ പാർട്ട് കഴിയുന്നു. ഈ 2 കോടി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുരളി കുന്നംപുറത്ത് സമൂഹ മാധ്യമങ്ങളുടെ രംഗത്തെത്തിയത്. പിന്നീട് ആ വീഡിയോ നീക്കം ചെയ്യുന്നു. പക്ഷേ അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിൽ. അതിനിടെ സിനിമാ സംഘടനകൾ ഇടപെടുമെന്ന രീതിയിൽ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ വസ്തുതയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന് ശേഷം, അതായത് ഈ വീഡിയോ ഇറങ്ങിയ ശേഷം മുരളി കുന്നംപുറത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു വിശദീകരണം, എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? ഈ 2 സിനിമകളുടെ സംവിധായകർക്കെതിരെയാണ് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി മുരളി കുന്നംപുറത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇടുകയും അതിലൊരു ആത്മഹത്യ ഭീഷണി അടക്കം മുഴക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്ന് എന്തായാലും കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അല്പസമയം മുമ്പ് ഈ 2 ചിത്രങ്ങളുടെയും അണിയറ പ്രവർത്തകർ, സംവിധായകന്മാരും നിർമ്മാതാവുമാണ്, തിരക്കഥാകൃത്തുമാണ് മാധ്യമങ്ങളെ കണ്ടത്. അവർ പൂർണ്ണമായും ഈ ആരോപണങ്ങളെ തള്ളുകയാണ്. ഇത്തരത്തിൽ നിർമ്മാതാവിന് നഷ്ടമുണ്ടായെങ്കിൽ അതിന്റെ കണക്കുകൾ പുറത്തുവരട്ടെ എന്നാണ് ഇരുവരും
ആവശ്യം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ, അതായത് മാനനഷ്ട കേസ് അടക്കം നൽകിക്കൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിക്കുകയും ചെയ്തത്. സിനിമയുടെ സുമതി വളവ് എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിന്റെ തുടക്കവേളയിൽ തന്നെ ഇതിന് എത്ര കോടി രൂപ ബജറ്റ് ഉണ്ടാകുമെന്ന് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ നിർമ്മാതാവ് പറഞ്ഞിരുന്നത് തന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് ഡീലുകൾ നടക്കാനുണ്ട്, ഈ പടം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ തന്നെ പണമെല്ലാം തന്നെ കൃത്യമായി ലഭിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ ചിത്രീകരണം ആരംഭിച്ചതുപോലും. പക്ഷേ ഓരോ ഘട്ടത്തിലും സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിക്കാതിരിക്കുകയും പിന്നീട് അത് ഈ ചെന്നൈയിലെ അടക്കം ചില നിർമ്മാതാക്കളെ കണ്ടു, അല്ലെങ്കിൽ കമ്പനികളെ കണ്ടു, അവരൊക്കെ പിന്നീട് ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ ഈ സാമ്പത്തികമായി വലിയൊരു നഷ്ടത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞതോടുകൂടിയാണ് തിരക്കഥാകൃത്തായിട്ടുള്ള അഭിലാഷ് പിള്ള ഗോകുലം ഗ്രൂപ്പിനെ സമീപിക്കുകയും പിന്നീട് അവർ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലാതെ ഈ മുരളി ഉന്നയിക്കുന്നത് പോലെ 1 രൂപയുടെ നഷ്ടം പോലും അദ്ദേഹത്തിന് ഉണ്ടായതായി അറിയുന്നില്ല. അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ബില്ലടക്കം ഹാജരാക്കണം, അല്ലെങ്കിൽ ആർക്ക് മുന്നേ ആണോ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലായിക്കോട്ടെ, ഫെഫ്കയിലായിക്കോട്ടെ, അവിടെ ചർച്ചയ്ക്ക് വരാൻ തങ്ങൾ തയ്യാറാണ്. തങ്ങളുടെ പക്കലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നദികൾ സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ പറഞ്ഞത് ഇതാദ്യമായല്ല ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ഭീഷണി ഇദ്ദേഹം മുരളി മുഴക്കുന്നത്. ഇത് പല ഘട്ടങ്ങളിലും തങ്ങൾ ഇത് നേരിട്ടും അല്ലാതെയും കണ്ടതാണ്. പെട്ടെന്ന് പ്രകോപനം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് മുരളി. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മദ്യപാനവും അതിന്റെ ഒരു വിട്രോവൽ സിൻഡ്രോമിന്റെ ഒക്കെ ഫലമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ആത്മഹത്യാ ഭീഷണിയും അല്ലെങ്കിൽ ദേഷ്യമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു സാമ്പത്തിക നഷ്ടവും ഈ നിർമ്മാതാവിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നത്. മറ്റൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. നടൻ മുരളി കുന്നംപുറത്തിന്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. നമുക്കറിയാം, വെള്ളം എന്ന ജയസൂര്യ നായകനായ ചിത്രത്തിന് പിന്നാലെയാണ് ഈ മുരളി കുന്നംപുറത്തുന്ന വ്യവസായത്തെക്കുറിച്ച് കേരളം അറിയുന്നത്, കൂടുതലായി കേൾക്കുന്നത്. അതിനുശേഷം നിരവധി വേദികളിൽ യുവാക്കൾക്കടക്കം പ്രചോദനമാകുന്നു. അതായത് എങ്ങനെ ഒരു മദ്യപാനത്തിലൂടെ ജീവിതം തകർന്നു, അതിനുശേഷം അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വന്നു, അതിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഈ പെട്ടെന്നൊരു വിവാദത്തിലേക്ക് വഴിമാറുകയാണ്. ഇതിനുശേഷം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നവമി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രവണത, ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിനു മുൻപും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന ആ രീതിയിലുള്ള ഒരു പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ, ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ എന്താണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതായത് ഈ ആരോപണ വിധേയരായിട്ടുള്ള സിനിമ അണിയറ പ്രവർത്തകരുടെ നിലപാട് എന്താണ്? ഫെഫ്കയ്ക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാനനഷ്ട കേസുകൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ 2 സംവിധായകരും ഒപ്പം തിരക്കഥാകൃത്തും തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ PR വർക്കിന് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്നൊരു ആരോപണം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. കാരണം മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലും അതിനുശേഷവും നടൻ ഉണ്ണി മുകുന്ദനുമായി അതിന്റെ സംവിധായകൻ വിഷ്ണു ചെറിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് പലതരത്തിലും പല ഇടങ്ങളിലും ആ സിനിമയുടെ സംവിധായകൻ താനായിരുന്നു, ആ സിനിമയെ സംവിധാനം ചെയ്തത് താനായിരുന്നു എന്ന പരാമർശങ്ങളൊക്കെ ഉണ്ണിമുകുന്ദൻ നടത്തിയിരുന്നു എന്ന കാര്യം കൂടി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടെന്നുണ്ടായ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ, അതായത് മുരളി ഈ വീഡിയോ ഇട്ടത് കഴിഞ്ഞ ദിവസമല്ല, മാസങ്ങൾക്ക് മുൻപിട്ട വീഡിയോ ആണ്. പെട്ടെന്ന് ഈ വീഡിയോ പൊങ്ങി വരികയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കുകയും ചെയ്തുവെങ്കിൽ അതിന് പിന്നിൽ ഉണ്ണിമുകുന്ദനാണ് എന്ന് കൂടി ഇവർ സംശയിക്കുന്നുണ്ട്. ഇതിന്റെ തെളിവുകളെല്ലാം ഉടനെ പുറത്തു വരുമെന്ന് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാനനഷ്ട കേസ് നൽകും, ഫെഫ്കയ്ക്ക് മുന്നിൽ പരാതി നൽകും. ഇത് സംസാരിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഇതൊരു തങ്ങൾക്കെതിരായിട്ടുള്ള വ്യാജ ആരോപണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സാമ്പത്തിക നഷ്ടമോ ഈ പ്രൊഡ്യൂസർ പറയുന്ന തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വ്യാജ ആരോപണമാണെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.